നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വർഷം ആരംഭിക്കുകയാണ്. 2025 നമുക്ക് ഓരോരുത്തർക്കും എപ്രകാരമായിരിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടിയിട്ട്. ഈ 2025 സുപ്രധാനമായ 3 ഗ്രഹങ്ങൾക്ക് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്നാൽ വ്യാഴം വർഷത്തിൽ ഒരു തവണയും, ശനി 2.5 വർഷം കൂടുമ്പോഴും, രാഹു 1.5 വർഷം കൂടുമ്പോഴുമാണ് രാശി മാറുന്നത്. അപ്പോൾ ഈ 2025 ആണ്ടിൽ ഈ 3 ഗ്രഹങ്ങൾക്കും രാശി മാറ്റം സംഭവിക്കുന്നത് കൊണ്ട് ഈ 3 ഗ്രഹങ്ങളുടെയും രാശി മാറ്റം നമ്മെ എപ്രകാരം സ്വാധീനിക്കുന്നു, അത് എപ്രകാരം ഗുണങ്ങൾ നമുക്കുണ്ടാക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ധാരാളം ആൾക്കാർ എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ജാതക അനുസരിച്ചുള്ള ഫലങ്ങൾ ഞാൻ സൗജന്യമായിട്ട് അവരോട് പറയാറുണ്ട്. അതിനായിട്ട് യാതൊരുവിധ പ്രതിഫലവും ഞാൻ വാങ്ങാറില്ല. അപ്പോൾ അപ്രകാരം ജാതകമനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി വാട്സപ്പിലേക്ക് മെസ്സേജായി മാത്രം ചോദിക്കുക. നക്ഷത്രം, ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം, ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ടതായ കാര്യങ്ങളും വാട്സപ്പിൽ മെസ്സേജായിട്ട് അയയ്ക്കുക. എത്രയും വേഗത്തിൽ, ചിലപ്പോൾ അല്പം കാലതാമസം ഉണ്ടാകും, എങ്കിലും തീർച്ചയായിട്ടും ഞാനതിന് മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളെപ്പറ്റി നിർദ്ദേശിക്കുന്നതായിരിക്കും. സമയദോഷങ്ങൾ അറിയുവാനായിട്ട് കബഡിപ്രശ്നം ചെയ്യേണ്ടവർ ദക്ഷിണ നൽകി വേണം ചോദിക്കാൻ. കാരണം കബഡിപ്രശ്നം എന്ന് പറയുന്നത് ഒരു ഈശ്വരീയ കാര്യമായതുകൊണ്ട് അതൊരു ദക്ഷിണ വെച്ച് നോക്കിയാൽ മാത്രമാണ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ജാതകമനുസരിച്ചുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ദയവായി കമൻ്റായിട്ട് ചോദിക്കാതിരിക്കുക. ഇന്ന് ഞാൻ പറയുന്നത് 6 നക്ഷത്രങ്ങളെ പറ്റിയുള്ളതാണ്. ഇന്ന് ഞാൻ പറയുന്നത് 6 നക്ഷത്രങ്ങളെ പറ്റിയാണ്. കേതു നക്ഷത്രാധിപനായുള്ള അശ്വതി, മകം, മൂലം ഈ നക്ഷത്രങ്ങളും, ശുക്രൻ നക്ഷത്രാധിപനായിട്ടുള്ള ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രങ്ങളുടെയും ഈ 2025 ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തോടു കൂടിയിട്ട് അവർക്ക് ഗുണങ്ങളും ദോഷങ്ങളും എപ്രകാരം സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമ്മുടെ ഗ്രഹങ്ങളുടെ രാശി മാറ്റം എന്ന് പറയുന്നത് മെയ് മാസം 14-ാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും, മാർച്ച് മാസം 29-ാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും, മെയ് മാസം 18-ാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും, അതേ ദിവസം തന്നെ, അതായത് മെയ് മാസം 18-ാം തീയതി തന്നെ കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കുമാണ് രാശി മാറുന്നത്. ആദ്യമായിട്ട് അശ്വതി, ഭരണി ഈ 2 നക്ഷത്രങ്ങൾ ഒരേ കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. മേടക്കൂറിലാണ് ഈ രണ്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കൂറിനെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ ഈ രാശിമാറ്റം ഈ 2 നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരേ ഫലമാണ്. അവരുടെ മറ്റ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം അശ്വതിയുടെ നക്ഷത്രാധിപൻ കേതുവും ഭരണിയുടേത് ശുക്രനുമാണ്. അതനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിൽ പൊതുവും വ്യാഴവും ശനിയും രാഹുകേതുക്കളും രാശി മാറുന്നത് കൊണ്ട് ഇവർക്ക് ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെ പറ്റിയാണ് പറയുന്നത്. വ്യാഴം ഇവർക്ക് 2-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 3-ാം ഭാവം ദുസ്ഥാനമാണ്. 2-ാം ഭാവം ധനസ്ഥാനം, വിദ്യാസ്ഥാനമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുവരെ ഈ അശ്വതി, ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴം അനുകൂലാവസ്ഥയിലായിരുന്നത് രാശി മാറ്റത്തോടുകൂടിയിട്ട് അവർക്ക് വ്യാഴം അനുകൂലമല്ലാത്ത അവസ്ഥയിലേക്കാണ് മാറുന്നത്. 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ ദുസ്ഥാനമാണ്. ശനി അവർക്ക് ഈ 2 നക്ഷത്രക്കാർക്ക് ഇതുവരെ 11-ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്തായിരുന്നു നിന്നിരുന്നത്. 11-ാം ഭാവം എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനമാണ്. ആ ശനി 11-ാം ഭാവത്തിൽ നിന്നും 10-ാം ഭാവത്തിലേക്ക് കർമ്മസ്ഥാനത്തേക്ക് വരുന്നു. തീർച്ചയായിട്ടും ഗുണം കുറവാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം 11-ാം ഭാവം ഇഷ്ടസ്ഥാനമായിരുന്നു. തന്നെയുമല്ല ശനി ഒരു പാപഗ്രഹമായതുകൊണ്ട് ശുഭസ്ഥാനങ്ങൾ പാപഗ്രഹങ്ങൾക്ക് ഇഷ്ടസ്ഥാനമല്ല. അപ്പോൾ ശനിയും ഇവർക്ക് അല്പം ഗുണം കുറവാണ് ഉണ്ടാക്കുന്നത്. രാഹു 10-ാം ഭാവത്തിൽ നിന്നും 11-ാം ഭാവത്തിലേക്ക് വരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു 11-ാം ഭാവം ഇഷ്ടസ്ഥാനമാണ്.
അപ്പോൾ രാഹു 11ലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് രാഹുവിനെ കൊണ്ട് ഗുണമുണ്ടാവുക തന്നെ ചെയ്യും. അതേപോലെ തന്നെയാണ് കേതു ദുസ്ഥാനമായ 6ൽ നിന്നും 5ാം ഭാവത്തിലേക്ക് വരുന്നത്. അത് തീർച്ചയായിട്ടും ഇവർക്ക് കേതുവിനെ കൊണ്ടും ഗുണമുണ്ടാകും. അപ്പം അശ്വതി നക്ഷത്രക്കാർക്കും ഭരണി നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാശിമാറ്റം അല്പം ഗുണക്കുറവാണ് ഉണ്ടാക്കുന്നത്. ശനി അല്പം ഗുണക്കുറവുണ്ടാക്കുന്നു, അഥവാ ബലം കുറയുന്നു. എന്നാൽ വ്യാഴം ഇവർക്ക് കുറച്ച് ദോഷകാരിയായിട്ടാണ് വരുന്നത്. അടുത്തതായിട്ട് പറയുന്നത് മകം പൂരം നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഈ 2 നക്ഷത്രങ്ങളും ചിങ്ങക്കൂറിൽ വരുന്നതാണ്. ആ കൂറിൻ്റെ അധിപൻ ആദിത്യനാണ്. മകം പൂരം നക്ഷത്രക്കാർക്ക് ഇതുവരെ വ്യാഴം 10ാം ഭാവത്തിലാണ് നിന്നിരുന്നത്. 10ാം ഭാവം നല്ല സ്ഥാനമാണ്, തൊഴിൽ ഭാവമാണ്. അവിടെ വ്യാഴം നിൽക്കുന്ന തൊഴിൽപരമായിട്ടൊക്കെ ഗുണം ആയിരുന്നു ഇവർക്ക് ചെയ്തിരുന്നത്. അത് 11ലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതീവ ഗുണകരമായിട്ടാണ് ഭവിക്കുന്നത്. കാരണം 11ാം ഭാവം എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനമാണ്. അപ്പോൾ മകവും പൂരം നക്ഷത്രക്കാർക്ക് വ്യാഴം വളരെ ഗുണവാനായിട്ട് മാറുന്നു എന്നാണ് പറയേണ്ടത്. ശനി 7ാം ഭാവത്തിൽ നിന്ന് 8ാം ഭാവത്തിലേക്ക് വരുന്നു, ഇവർക്ക് അതീവ ഗുണകരമായിട്ട് വരുന്നു. കാരണം 7ാം ഭാവം മാരകസ്ഥാനമാണ്. രോഗങ്ങൾ അല്ലെങ്കിൽ ആയുസ്സിന് ദോഷമുണ്ടാക്കുന്ന ഒരു ഭാവമായിട്ട് 7ാം ഭാവം ചിന്തിക്കാം. അവിടെ നിന്നും അഷ്ടമത്തിലേക്ക് ശനി വരുന്നത് ആയുഷ് കാരകനായ ശനി ആ ഭാവത്തിന് ദോഷം ചെയ്യുന്നതുകൊണ്ട് ആയുർദോഷങ്ങളില്ലാതായിട്ട് അഷ്ടമത്തിലേക്ക് വരുന്ന ശനി മകം പൂരം നക്ഷത്രക്കാർക്ക് വളരെ ഗുണപരമായിട്ട് സംഭവിക്കുന്നു. രാഹു അഷ്ടമത്തിൽ നിന്നും 7ാം ഭാവത്തിലേക്ക് വരുന്നത് അത്ര ഗുണകരമല്ല. കാരണം അഷ്ടമഭാവം പാവഗ്രഹങ്ങൾക്ക് ഇഷ്ടസ്ഥാനമായിരുന്നു. 7ാം ഭാവം മാരകസ്ഥാനത്തേക്കാണ് വരുന്നത്. അപ്പോൾ രാഹു ഇവർക്ക് അത്ര ഗുണകരമായിട്ട് ഭവിക്കുന്നില്ല. കേതു 12ാം ഭാവത്തിൽ നിന്നും അവരുടെ ജന്മക്കൂറിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. അത് ഗുണപരമായിട്ട് തന്നെയാണ് വരുന്നത്. മകം പൂരം നക്ഷത്രക്കാർക്ക് വ്യാഴവും ശനിയും അനുകൂലമായിട്ടും കേതു സമഭാവത്തിലും രാഹു ദോഷകരമായിട്ടുമാണ് ഭവിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് മൂലം പൂരാടം നക്ഷത്രങ്ങളാണ്. ഇത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്, വ്യാഴത്തിൻ്റെ രാശിയാണ്. ഇവർക്ക് ഇതുവരെ വ്യാഴം 6ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. 6ാം ഭാവം ദുസ്ഥാനമാണ്. ആ ദുസ്ഥാനത്തു നിന്നും 7ാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗുണപരമാണ്. കാരണം ദുരിതസ്ഥാനത്ത് നിന്നും അത് 7ാം ഭാവത്തിലേക്ക് മാറുന്നു. എങ്കിൽ പോലും 7ാം ഭാവം മാരകസ്ഥാനമായതുകൊണ്ട് അത്ര ഗുണപരമായിട്ട് പറയുക വയ്യ. വ്യാഴം നിലവിലുള്ളതിനേക്കാൾ അല്പം കൂടി ഗുണപരമായിട്ടാണ് ഇവർക്ക് സംഭവിക്കുന്നതെങ്കിലും പൂർണ്ണ ഗുണവാൻ എന്ന് പറയാനൊക്കാത്ത അവസ്ഥയാണ്. ശനി 3ാം ഭാവത്തിൽ നിന്നും 4ാം ഭാവത്തിലേക്ക് വരുന്നു. 3ാം ഭാവം പാവഗ്രഹങ്ങൾക്ക് ഇഷ്ടസ്ഥാനമായിരുന്നു. 4ാം ഭാവം ധനസ്ഥാനമാണ്. അപ്പോൾ ശനി അവിടെയും അല്പം ഗുണം കുറവാണ് ഉണ്ടാകുന്നത്. വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് വരുന്നത് കൊണ്ട് വ്യാഴത്തിൻ്റെ ഫലങ്ങളും ശനി നൽകുന്നുണ്ട്. ശനിയും അത്ര ഗുണപ്രദമായ ഒരവസ്ഥയിലല്ല ഇവർക്കുള്ളത്. വ്യാഴത്തിനെ പോലെ തന്നെ ഗുണദോഷ സമ്മിശ്രമാണ് ഉണ്ടാകുന്നത്. രാഹു 4ാം ഭാവത്തിൽ നിന്നും 3ാം ഭാവത്തിലേക്ക് വരുന്നു. ഒരു പാവഗ്രഹമായ രാഹു ദുസ്ഥാനമായ 3ലേക്ക് വരുന്ന തീർച്ചയായിട്ടും ഗുണപരം തന്നെയാണ്. 3ാം ഭാവത്തിൽ വരുന്ന രാഹു ഈ മൂലം പൂരാട നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നത്. കേതു 10ാം ഭാവത്തിൽ നിന്നും 9ാം ഭാവത്തിലേക്ക് വരുന്നത് ഗുണകരം തന്നെയാണ്. കാരണം 10ാം ഭാവം കർമ്മസ്ഥാനം ഗുണകരമാണെങ്കിലും ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത്. അപ്പോൾ കേതു പ്രീതിയിൽ കൂടിയിട്ട് ഇവർക്ക് ഭാഗ്യം അനുകൂലമാകുവാൻ സഹായിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ, നമ്മുടെ തൊഴിൽ കർമ്മങ്ങൾ, നമ്മുടെ സമ്പാദ്യങ്ങൾ, നിക്ഷേപങ്ങൾ, കുട്ടികളുടെ കാര്യം, സന്താന കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ കീർത്തി, ഇതൊക്കെ വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ വ്യാഴം ഗുണവാനായിട്ടുള്ളവർക്ക് ഇതിലൊക്കെ കൂടുതൽ മെച്ചമുണ്ടാകും. വ്യാഴം ഗുണപ്രദമല്ലാതെ വരുന്ന നക്ഷത്രക്കാർക്ക് അതിനെ ഗുണപ്രദമാക്കാൻ വേണ്ടിയിട്ട് വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം. മഹാവിഷ്ണുവിനെ നല്ലവണ്ണം ഭജിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി. ശനി ആയുഷ്കാരകനാണ്. തടസ്സങ്ങൾ ഉണ്ടാകും, അതേപോലെ രോഗങ്ങൾ, അതേപോലെ നമ്മുടെ കീഴ് ജീവനക്കാരെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഭാവമാണ് ശനി. ശനി ഗുണവാനായിട്ട് വരുന്നവർക്ക് ഇതെല്ലാം ഗുണപരമായിട്ടും ദോഷപരമായിട്ട് വരുന്നവർ ശനി പ്രീതികരമായ കാര്യങ്ങൾ, മഹാദേവനെ ഭജിക്കുക, ധർമ്മശാസ്താവ്, ഹനുമാൻ സ്വാമി മുതലായ ദേവതകളൊക്കെ ഭജിക്കുന്നത് വഴിയിട്ട് ഇതിലൊക്കെ ഗുണമുണ്ടാകാൻ അവർക്ക് സഹായിക്കും. രാഹു പ്രധാനമായിട്ടും സർപ്പപ്രീതികരമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ അനുരാഗം, പ്രേമകാര്യങ്ങൾ, നമ്മുടെ വിപരീത പ്രവൃത്തികൾ, എന്തും എഗെയിൻസ്റ്റായിട്ട് ചെയ്യുന്ന ഒരവസ്ഥ,
അതേപോലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ രാഹുവിൻ്റെ കാരകധർമ്മങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ രാഹു അനുകൂലമായിട്ട് വരുന്നവർക്ക് ഇതെല്ലാം ഗുണപ്രദമായിട്ട് വരും. പ്രതികൂലമായിട്ട് വരുന്നവർ സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂട്ട് അവർക്കത് ഗുണമായിട്ട് ഭവിക്കും. കേതു നമ്മുടെ ഉപാസനാ കാര്യങ്ങൾ ഈശ്വരപ്രീതി ഉണ്ടാകാനായിട്ട് ഉപാസനാമൂർത്തികളെ ഭജിക്കുന്നതൊക്കെ കേതുവിൽ കൂടിയാണ് സാധ്യമാകുന്നത്. അതേപോലെ നമ്മുടെ ഐശ്വര്യക്ഷയം ഇതൊക്കെ കേതുവിൻ്റെ ബലമനുസരിച്ച് സംഭവിക്കുന്നു. ശരീരത്തിലെ വ്രണങ്ങൾ ഇതൊക്കെ കേതു ദോഷകരമായാൽ സംഭവിക്കുന്നു. അപ്പോൾ കേതു ഗുണകരമായിട്ട് ഭവിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇതിലൊക്കെ ഗുണങ്ങളുണ്ടാകും. ദോഷകരമായിട്ട് നക്ഷത്രക്കാർ ആ ദോഷങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ഗണപതി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിൽ കൂടി എന്നോട് ചോദിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ വല്ലഭോ രക്ഷതു.